ഹായ് എവ്രി വൺ. മക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ എസ്പെഷ്യലി നിങ്ങൾ 8ാം ക്ലാസ്സിലെ മക്കളെ സ്ഥിരമായിട്ട് കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് വേർഡ് പിരമിഡ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു വേർഡ് പിരമിഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, എന്തൊക്കെയാണ് അതിന്റെ റൂൾസ്, ഈ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. നിങ്ങൾക്കറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് നമ്മളോട് 4 മാർക്കിൽ ചോദിക്കുന്ന ചോദ്യമാണ് വേർഡ് പിരമിഡ് അല്ലെ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി നമുക്ക് ഇനി ആ 4 മാർക്ക് എന്താകാൻ പാടില്ല, നമ്മൾക്കത് മിസ്സാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വേർഡ് പിരമിഡ് അതിന്റെ പേരിൽ തന്നെ എന്തുണ്ട്, അതിന്റെ ഒരു ഉദ്ദേശമുണ്ട് അല്ലെ. സോ നമുക്കറിയാം, നമ്മൾ എന്താണ് ഒരു പേര്, ഓക്കെ, നമ്മളൊരു നൗൺ, ഒരു പേര്, ആ പേരിൽ നിന്ന് നമ്മൾ തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു മീനിങ് ഫുൾ സെന്റൻസിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനെയാണ് വേർഡ് പിരമിഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ എന്താണ്, ഇവിടെ നമ്മളൊരു ആൽഫബറ്റിൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കംപ്ലീറ്റ് വേർഡിലേക്ക് എത്തിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ഒരു അഡാപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൗൺ നമ്മൾ എടുത്തിട്ട് അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ് ഫോമിലേക്ക്, ഒരു സെന്റൻസ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെന്തായി, ഇറ്റ് ഈസ് എ വേർഡ് പിരമിഡ്, അതൊരു വേർഡ് പിരമിഡ് ആയിട്ട് മാറും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പിരമിഡ് എന്ന് പറയുന്നത്, അതിന് എന്തുണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട് അല്ലേ. എന്താണ്, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് എന്ത് ചെയ്യേണ്ടത്, നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുക അല്ലേ. സോ ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു വേർഡ് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാന്ന് കേട്ടോ. ലെറ്റ്സ് സീ ഹൗ ക്യാൻ വി പ്രിപ്പയർ എ വേർഡ് പിരമിഡ്. സോ ഇവിടെ നോക്കാം, നിങ്ങൾക്ക് ഇവിടെ ഒരു പിരമിഡ് കാണാം അല്ലെ. സോ അതിൽ മിസ് ഫസ്റ്റ് എന്താ കൊടുത്തത്, നമ്മുടെ ഫസ്റ്റ് ഹൈറാർക്കി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇറ്റ് ഈസ് എ നൗൺ ഫ്രേസ് അല്ലെ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നൗൺ ഫ്രേസ് ആണ്, അതായത് ഒരു പേര്. ഓക്കെ, നമ്മൾ എന്താണ്, ഒരു പേരാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു നൗൺ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി അതിന്റെ താഴേക്ക് വരുമ്പോ ഡിറ്റർമിനർ പ്ലസ് നൗൺ എന്ന് കാണാം. സോ ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എ ആൻഡ് ദ. അപ്പൊ നമ്മൾ ആ ഒരു നൗണ്, നമ്മൾ എന്ത് പേരിനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്, ആ പേരിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനൊന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബോയ് എന്ന് പറയുന്നത്, ദി ബോയ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. ബോയ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടിയും, ദി ബോയ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. അതേപോലെ നൗൺ കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആൻഡ് ഓർ ദ. ഈ 3 ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ നൗണിന്റെ കൂടെ യൂസ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോഴോ നമുക്ക് എന്തുണ്ട്, ഫസ്റ്റ് വി ഹാഡ് ഡിറ്റർമിനർ, നമുക്ക് ഡിറ്റർമിനർ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്താ ഉള്ളത്, വി ഹാവ് എൻ അഡ്ജക്റ്റീവ്. സോ അഡ്ജക്റ്റീവ് നമുക്കറിയാലോ, നമ്മൾ എന്താ അഡ്ജക്റ്റീവ് മലയാളത്തിൽ പറയാം, വിശേഷണം എന്നല്ലേ. നമ്മളൊരു നൗൺ ഫോമിനെ, ഒരു പേരിനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എന്താണ്, ഒന്ന് അതിന്റെ ഭംഗി കൂട്ടാം, അതിന്റെ ഒരു ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും, അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റോസ് പൂവിനെ കുറിച്ച് പറയാണ്, ദ റോസ് ഈസ് ബ്യൂട്ടിഫുൾ. സോ അവിടെ റോസ് എന്ന് പറയുന്ന റോസ് പൂ നൗൺ, അതിനെ നമ്മൾ എന്താണ്, ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞ് നമ്മൾ എന്തോന്ന് വിശേഷിപ്പിച്ചു അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങളെ പറയാണ്, യു ആർ എ ഗുഡ് ചൈൽഡ്, നിങ്ങൾ എന്താണ്, നീ ഒരു നല്ല കുട്ടിയാണ്. സോ ചൈൽഡ് എന്ന് പറയുന്ന നൗണിന്റെ കൂടെ ഞാൻ എന്ത് കൊടുത്തു, ഞാൻ ഗുഡ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് കൂടി അവിടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഡിറ്റർമിനർ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അതിന്റെ കൂടെ നൗൺ ഉണ്ട്. അപ്പൊ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എന്തൊക്കെ വേണം, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, നൗൺ ഫ്രേസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോ നമുക്ക് എന്ത് കാണാം, ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡിറ്റർമിനർ എ ആൻഡ് ദ പ്ലസ് ഡിറ്റർമിനർ ശേഷം നമ്മൾ എന്താ കൊടുക്കുക, അഡ്ജക്റ്റീവ് നമുക്ക് കൊടുക്കാം. നമ്മൾ നേരത്തെ പഠിച്ച വിശേഷം നമ്മൾ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് വൺ എന്താണ്, നൗൺ, നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ച നൗൺ പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആ സെന്റൻസ് എന്ത് ചെയ്യാം, വലുതാക്കി കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾക്ക് പി എന്ന് കാണുന്നുണ്ട് അല്ലെ. ഇറ്റ് ഈസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ആ സെന്റൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുഴുമിപ്പിക്കണമെങ്കിൽ നമുക്കൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ്, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കി നമുക്കറിയാം വി നീഡ് എ പ്രിപ്പോസിഷൻ. അത് നമുക്ക് അതിന്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒരു സെന്റൻസ് കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ എന്താണ്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയേ നിങ്ങള്, നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് തുടങ്ങി പോവാട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മെല്ലെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, ഇവിടെ നമ്മുടെ നൗൺ ഏതാണ്, വി ഹാവ് പിക്ചർ ഹിയർ.
പിക്ചർ ആണ് നമ്മുടെ നൗൺ. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചത് എന്താ? ദ പിക്ചർ എന്ന് നമ്മൾ എഴുതണം. ഡിറ്റർമിനർ പ്ലസ് നൗൺ. അതല്ലേ നമ്മൾ പഠിച്ചത്? ഡിറ്റർമിനർ പ്ലസ് നൗൺ. ഓക്കെ, സോ ദ പിക്ചർ എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദി വണ്ടർഫുൾ പിക്ചർ എന്ന്. ദി വണ്ടർഫുൾ പിക്ചർ. ദി എന്ന് പറയുന്ന ഡിറ്റർമിനറും വണ്ടർഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവും അതോടൊപ്പം പിക്ചർ എന്ന് പറയുന്ന നമ്മുടെ നൗൺ ഫ്രേസും. അപ്പൊ അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ പഠിച്ചത്. നമുക്ക് എന്ത് വേണം? വി നീഡ് എ ഡിറ്റർമിനർ, വി നീഡ് ആൻ അഡ്ജക്റ്റീവ് ആൻഡ് ഓൾസോ അലോങ് വിത്ത് ദ എന്നോടൊപ്പമാണ് വരുന്നത്, നൗണിന്റെ കൂടെയാണ് വരുന്നത്. അപ്പോ ഡിറ്റർമിനറായി, അഡ്ജക്റ്റീവായി, നൗൺ ആയി. അപ്പൊ നമ്മുടെ സെന്റൻസ് എന്തായി? ദി വണ്ടർഫുൾ പിക്ചർ ആയി. അപ്പൊ തേർഡ് സ്റ്റെപ്പ് വരെയുള്ള പിരമിഡ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി പഠിച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നോക്കാം. അതിന്റെ മുന്നേ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ ഒന്ന് നോക്കിയേ. സി എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ നൗൺ ഫ്രേസ് എന്താണ്? സി ആണ്. അടുത്തത് എന്താണ്? എ ഡീപ് സീ എന്നായി. നമ്മൾ ഇവിടെ എന്താണ്? ഡിറ്റർമിനറും കൊടുത്തു. ഇനി നോക്കിയേ നിങ്ങള്, ഡീപ് എന്ന് പറയുന്ന adjective കൊടുത്തു. സി നമുക്കറിയാം ഇറ്റ് ഈസ് ദ നൗൺ ഫ്രേസ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്താണ് ഒന്നുകൂടി എന്താണ് ഒരു adjective നമ്മൾ അവിടെ കൊടുത്തു. ഓക്കെ, എ ഡീപ് ബ്ലൂ സീ എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. എ ഡീപ് ബ്ലൂ സീ. ഇവിടെ നമ്മൾ രണ്ട് adjective കൊടുത്തു. സെന്റൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഒരു adjective മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതല്ല ഒന്നിലധികം കൊടുക്കാൻ പറ്റുമോ? സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മാർക്ക് നോക്കാം. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 adjective കൊടുത്തെന്ന് വെച്ചാൽ എന്താണ് ഒരു തെറ്റും അവിടെ വരാനില്ല. ഇഫ് ഇറ്റ് ഈസ് എന്താണ് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഷോർട്ട് ആക്കി ചുരുക്കി എഴുതാം. അപ്പൊ ഇവിടെ എന്താണ്, we gave 2 adjectives. A deep blue sea. നമ്മൾ എത്ര adjective കൊടുത്തു? 2 adjective കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. നമ്മൾ പറഞ്ഞു ഡിറ്റർമിനർ, നമ്മൾ പറഞ്ഞു adjective, നമ്മൾ പറഞ്ഞു noun phrase വെച്ച് നമ്മൾ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അത് സെറ്റ് അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ എന്താ അവിടെ പഠിച്ചേ? ഇവിടെ നോക്കാം നമുക്ക്. യെസ്, ഇനി അതിന്റെ റൂൾസിലേക്ക് തന്നെ നമുക്കൊന്ന് വീണ്ടും തിരിച്ചു വരാം കേട്ടോ. noun phrase, determiner plus noun phrase, determiner plus adjective plus noun phrase. Next one, determiner, adjective, noun phrase, prepositional phrase. So prepositional phrase ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. Let's see. ഇവിടെ നോക്കാം അതിന്റെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് പിരമിഡിൽ ഏതാണ് നൗൺ ഫ്രേസ്? ബുക്ക് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ദി ബുക്ക് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ദ എന്ന് പറയുന്ന ഡിറ്റർമിനർ, ബുക്ക് എന്ന് പറയുന്ന നൗൺ ഫ്രേസ് ആണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായി? ദി സ്റ്റോറി ബുക്ക് എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മൾ കൊടുത്തു. സോ എന്ത് പുസ്തകമാണ്? ദി സ്റ്റോറി ബുക്ക്. ദി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, സോറി, ഡിറ്റർമിനർ ഈസ് ദേർ, സ്റ്റോറി എന്ന് പറയുന്ന adjective is there, book എന്ന് പറയുന്ന noun phrase ഉണ്ട്. നെക്സ്റ്റ് വൺ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഒരു adjective തന്നെ കൊടുത്തു. The big story book. നമ്മൾ സെന്റൻസ് ഒന്നുകൂടി എന്ത് ചെയ്ത്? നമ്മൾ ഒന്ന് വലുതാക്കി. ഇനി അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ prepositional phrase വരുന്നത്. എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, the big story book, the big story book എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടെ കൊടുത്തു. പക്ഷേ in the library, അപ്പൊ നമ്മൾ ആ സെന്റൻസ് എന്തൊരു കംപ്ലീറ്റ് മീനിങ്ഫുൾ സെന്റൻസ് ആക്കി. The big story book in the library. ലൈബ്രറിയിലെ വലിയൊരു കഥാപുസ്തകം. അപ്പൊ ഇവിടെ നോക്കിയേ, in എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. what is that? It is a preposition. ഇന്നൊരു പ്രിപ്പോസിഷൻ അല്ലേ. അപ്പൊ പ്രിപ്പോസിഷനും അതിന്റെ ആ പ്രിപ്പോസിഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെ കണക്ട് ചെയ്തിട്ട് വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ സെന്റൻസിലെ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയും. പ്രിപ്പോസിഷൻ എന്താണോ ആ പ്രിപ്പോസിഷനെ ഫോളോ ചെയ്ത് വരുന്ന പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ഭാഗത്തെ, സെന്റൻസിലെ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? പ്രിപ്പോസിഷണൽ ഫ്രേസ്. അപ്പൊ ഇവിടെ ഇൻ ദ ലൈബ്രറി, ലൈബ്രറിയിൽ, ഓൺ ദി ടേബിൾ, മേശയുടെ മേലെ, ഓൺ ദി ഷെൽഫ്, ഇങ്ങനെ പറയുന്നത് നമ്മൾ എന്ത് പറയാ? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാ. അപ്പൊ ഇവിടെ നോക്കിയേ, ദ ബിഗ് സ്റ്റോറി ബുക്ക് ഇൻ ദ ലൈബ്രറി എന്ന് പറയുമ്പോൾ ലൈബ്രറിയിലെ ആ വലിയ കഥാപുസ്തകം, അതായത് അർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വേർഡ് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇവിടെ നോക്കാം.
orange, the orange, the big orange, the big tasty orange. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ adjective വരെയുള്ള സ്റ്റെപ്പ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ഇവിടെ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഷൂസ് എന്ന് പറയുന്ന noun phrase ആണ് അല്ലെ. സോ ഷൂസ്, the brown shoes in the rack, the brown shoes in the rack that I bought yesterday. ഇവിടെ നമ്മൾ prepositional phrase കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ relative clause വെച്ചു. പക്ഷെ നമുക്ക് ഇവിടെ റിലേറ്റീവ് ക്ലോസിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ പ്രിപ്പോസിഷണൽ ഫ്രേസ് വരെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ വേർഡ് പിരമിഡ്. ഓക്കെ, സോ എന്ത് ചെയ്യാ, എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി വേർഡ് പിരമിഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യരുത്, നമ്മളെ മാർക്ക് മിസ് ആവാൻ പാടില്ല. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് പുതിയൊരു ഗ്രാമർ ടോപ്പിക്കുമായിട്ട് we will see you soon.